ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC പ്ലേ സോൺ. നേരത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണിത്. നമുക്കിപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം നിർമ്മല സീതാരാമൻ. രാമായണം ആട്ടക്കഥ രചിച്ചതാര്? ഉത്തരം കൊട്ടാരക്കര തമ്പുരാൻ. കേരള നടനം എന്ന കലാരൂപത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഉത്തരം ഗുരു ഗോപിനാഥ്. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന അത്ലറ്റ് ആരാണ്? PT ഉഷ. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം? ഉത്തരം ആറ്റുകാൽ ക്ഷേത്രം. ജയദേവൻ്റെ ഗീതാഗോവിന്ദം ദേവഗീത എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതാര്? ഉത്തരം ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷനാരാണ്? ഉത്തരം V. സുനിൽകുമാർ. ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിതൂർ പക്ഷിഗ്രാമം ഏത് ജില്ലയിലാണ്? ഉത്തരം കാസർഗോഡ്. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ എ ആണ്, അതായത് RAM വോളറ്റൈൽ മെമ്മറി ഓപ്പൺ ഓഫീസ് ബേസ് ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ MICR ഇൻപുട്ട് ഡിവൈസ്. ആദ്യത്തെയും അവസാനത്തെയും ഓപ്ഷൻസ് തെറ്റാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. 1. പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയറിൽ പുതിയ സ്ലൈഡ് ചേർക്കുന്നതിനുള്ള ഷോർട്ട്കട്ട് കീ Ctrl+M ആണ്. 2. ഓപ്പൺ ഓഫീസ് റൈറ്ററിൽ ഒരു ഡോക്യുമെൻറ്റിൽ ടേബിൾ ചേർക്കാനുള്ള ഓപ്ഷൻ ഇൻസേർട്ട് മെനുവിലാണുള്ളത്. 3. ഓപ്പൺ ഓഫീസ് കാൽക്ക് വർക്ക്ഷീറ്റ് ഫയലിൻ്റെ എക്സ്റ്റൻഷൻ .ods ആണ്. 4. ഓപ്പൺ ഓഫീസ് കാൽക്ക് ആപ്ലിക്കേഷൻ ആവറേജ് കാണുന്നതിനുള്ള ഫംഗ്ഷനാണ് ആവറേജ്. 5. ഓപ്പൺ ഓഫീസ് കാൽക്ക് ആപ്ലിക്കേഷനിൽ കൗണ്ട് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ഒരു റേഞ്ചിലെ ബ്ലാങ്ക് ഒഴികെയുള്ള സെല്ലുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ്. ഉത്തരം ഓപ്ഷൻ D ആണ്. എല്ലാം ശരിയാണ്. 2023 ജൂണിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ടോപ്പ് 500 സൂപ്പർ കമ്പ്യൂട്ടർ പട്ടികയിൽ 75ാം സ്ഥാനത്തെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ C ഐരാവത്. കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിൻ്റെ പേരെന്താണ്? ഉത്തരം E-Cube. അടുത്തത് ചേരുംപടി ചേർക്കാനാണ്. ഉത്തരം ഓപ്ഷൻ B ആണ്, അതായത് ക്രാക്കിംഗ് എന്നാൽ ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടറിൽ അതിക്രമിച്ചു കയറി അതിലെ വിവരങ്ങൾ നശിപ്പിക്കുക. ഫിഷിംഗ് അതീവ സുരക്ഷാ വിവരങ്ങൾ വ്യാജമാർഗങ്ങളിലൂടെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുക. സൈബർ സ്ക്വാട്ടിംഗ് വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുക. സൈബർ ടെററിസം ദേശസുരക്ഷയ്ക്കെതിരെ സൈബർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനം. അപ്പോൾ ഉത്തരം ഓപ്ഷൻ B ആണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്താവിൻ്റെ അവകാശങ്ങളിൽ പെടാത്തതേത്? ഉത്തരം ഓപ്ഷൻ B. വിപണി നിരക്കിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങളോ സേവനങ്ങളോ ആവശ്യപ്പെടാനുള്ള അവകാശം. ഗാർഹിക പീഡനം നടന്നെന്നോ നടക്കുന്നെന്നോ വിശ്വസിക്കാൻ മതിയായ കാരണമുള്ള ഏതൊരു വ്യക്തിക്കും അതിനെക്കുറിച്ച് താഴെ പറയുന്ന ഏത് ഉദ്യോഗസ്ഥനാണ് വിവരം നൽകേണ്ടത്? ഉത്തരം ഓപ്ഷൻ D. പ്രൊട്ടക്ഷൻ ഓഫീസർ. താഴെ തന്നിരിക്കുന്നവയിൽ എല്ലാ പദങ്ങളും ശരിയായിട്ടുള്ളവ. ഉത്തരം ഓപ്ഷൻ C ആണ്, അതായത് ആദ്യത്തെ പാഠവം അതിർത്തി പഠിതാവ്, അവസാനത്തെ ശൃംഖല നിഷ്ഠ യഥാതഥം. ഇത് രണ്ടും ശരിയാണ്. മഹോന്നതം പിരിച്ചെഴുതിയാൽ? ഉത്തരം ഓപ്ഷൻ D. മഹാ പ്ലസ് ഉന്നതം. ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടായിട്ടും അനന്തുവിന് വിജയിക്കാനായില്ല. അടിവരയിട്ടിരിക്കുന്ന പദത്തിൻ്റെ വിപരീത പദം കണ്ടെത്തുക. അടിവരയിട്ടിരിക്കുന്നത് സ്വാധീനം, അതിൻ്റെ വിപരീതം പരാധീനം. മേദിനി എന്ന വാക്കിന് സമാനമായ പദമേത്? ഉത്തരം ഓപ്ഷൻ D. ഭൂമി. വിലക്കി പ്ലസ് ഇല്ല ചേർത്തെഴുതിയാൽ? ഉത്തരം ഓപ്ഷൻ D. വിലക്കിയില്ല. തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യമേത്? ജയിൽ മോചനത്തിന് ശേഷം 10 വർഷങ്ങളോളം അയാൾ ജീവിച്ചിരുന്നു. ജയിൽ മോചനത്തിന് ശേഷം ഏകദേശം 10 വർഷങ്ങളോളം അയാൾ ജീവിച്ചിരുന്നു. ജയിൽ മോചനത്തിന് ശേഷം ഏകദേശം 10 വർഷം അയാൾ ജീവിച്ചിരുന്നു. ജയിൽ മോചനത്തിന് ശേഷം ഏകദേശം 10 വർഷത്തോളം അയാൾ ജീവിച്ചിരുന്നു. ഇതിൽ ഉത്തരം ഓപ്ഷൻ C ആണ്, അതായത് ജയിൽ മോചനത്തിന് ശേഷം ഏകദേശം 10 വർഷം അയാൾ ജീവിച്ചിരുന്നു. ശരിയായ സ്ത്രീലിംഗ ശബ്ദമുള്ളവ കണ്ടെത്തുക. രക്ഷകൻ രക്ഷിക, സ്വാമി സ്വാമിജി, കാന്തൻ കാന്ത. ഉത്തരം 1, 3. രക്ഷകൻ രക്ഷിക, കാന്തൻ കാന്ത. ഒറ്റപ്പദം കണ്ടെത്തുക. കാണുന്നയാൾ. പ്രേക്ഷകൻ പ്രേക്ഷിതൻ പ്രേഷിതൻ പ്രേക്ഷകൻ. ഉത്തരം ഓപ്ഷൻ D ആണ്, പ്രേക്ഷകൻ. ടെറിറ്റോറിയൽ ഡോമിനേഷൻ എന്നത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ? ഉത്തരം ഓപ്ഷൻ C. പ്രാദേശികാധിപത്യം. ഉപകാരം ചെയ്തവരെ ദ്രോഹിക്കരുത് എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ലേത്? ഉത്തരം ഓപ്ഷൻ C. ഉണ്ട ചോറ്റിൽ കല്ലിടരുത്. ഇതുപോലെ കൂടുതൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വീഡിയോസുമായി ഇനിയും വരാം. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.